നീ എന്തൊരു മണ്ടത്തരം ഇവിടെ കാണിച്ചത്? ലക്ഷ്മിക്കുട്ടിയോട് പറയാനുള്ള കാര്യം പോയി പാറക്കുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. അവള് കൈയോടെ ഒരു അമ്മയോട് പറഞ്ഞു കാണിച്ചു. ഇനി ലക്ഷ്മിക്കുട്ടി പുറത്തേക്ക് വിടുവോ? പുറത്തേക്ക് വിടണ്ട. പിന്നെ ഞാനെങ്ങനെ ലക്ഷ്മിക്കുട്ടി കാണുന്നത്? നിങ്ങൾ കിടന്ന് പിടയ്ക്കാറല്ല, കുട്ടി പാറോന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളവരോട് പറഞ്ഞത്. എന്തിനാ? അതല്ലേ നമ്മുടെ പുതിയ ഷൂണ്ട് വർമ്മോ. നിന്റെ ഷൂണ്ട് വർമ്മ അണ്ണാ, അണ്ണന്റെ മാമ ഉണ്ടല്ലോ, ചെയ്ത്താൻ മാമ, അയാൾ ആ വീട്ടിലുള്ളത്തോളം കാലം പഴക്കം വിചാരിച്ചാൽ പോലും അണ്ണന് ലക്ഷ്മിക്കുട്ടിയെ കാണാൻ സാധിക്കില്ല. ഇതാകുമ്പം മാമൻ ആഴം കൂട്ടി അണ്ണനെ പിടിക്കാനായിട്ട് കുളത്തിന്റെ കരയിൽ കാത്തു. ആ സമയത്ത് അണ്ണൻ നാഴിക ചെയ്ത് ലക്ഷ്മിക്കുട്ടിയെ പിടിച്ച് വെളിയിലോട്ട് ഇറക്കി നേരം വെളുക്കുന്നത് തോറ്റം പാട്ട് പാടിയോ. എന്താ പോലെ മിടുക്ക. നീ ഉടുത്തറിയും കൊണ്ട് എങ്ങോട്ടായി പുറപ്പാട്? രാലികത്തിന്റെ കൂടെ മുടിപ്പുറയിൽ തോറ്റം പാട്ട് കേൾക്കാൻ പോവുക. നീ പോണ്ട. നല്ല പാട്ടുകാർ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ഞാനൊന്നും പൊയ്ക്കോട്ടെ സാർ. നിനക്ക് പോയാൽ തീരൂ അല്ലേ? നടക്കാൻ നോക്കിക്കോളൂ. കുളപ്പുര മഴയിൽ പോയി ഞാൻ അവനൊന്ന് സൽക്കരിച്ചിട്ട് വരാം. അപ്പച്ചി അരക്കകത്ത് കിടന്ന് നന്നായിട്ട് ഉറങ്ങിച്ചോ. പാറുക്കുട്ടി, എന്റെ പൊന്നു പാറുക്കുട്ടിയല്ലേ, ഒന്ന് തുറക്ക പാറുക്കുട്ടി. അച്ഛൻ മടങ്ങി വന്നിട്ട് അതിരാവിലെ തുറന്നുവിടാം. അപ്പച്ചി ഉറങ്ങിയോ? അത് മാത്രം വേണ്ട, പേടിക്കാതെ കിടന്ന് ഉറങ്ങിച്ചോ. ഞാനിവിടെ തന്നെ ഉണ്ട്. പഴമുള്ള വന്നോ? അച്ഛൻ കുളപ്പുരവാദിക്കൽ എന്നെ കാത്തു നിന്ന് പൊതുകടി കൊള്ളുകയാണ്. ചേട്ടൻ വന്നിട്ട് അച്ഛൻ എന്നെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. എല്ലാം എനിക്കറിയാം ലക്ഷ്മി. ഏതായാലും നീ എന്നെ മറന്നില്ലല്ലോ. ചേട്ടൻ നാട് വിട്ട് പോയെങ്കിലും എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ പേരിൽ നിന്റെ അച്ഛൻ നിന്നെ വളരെയധികം ഉപദ്രവിച്ചുവെന്ന് എന്റെ അമ്മ പറഞ്ഞു. അതിനൊന്നും എനിക്ക് വിഷമമില്ല. ചേട്ടനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ലക്ഷ്മിക്കുട്ടി, നോക്ക്, നീ എന്റെ മുറപ്പെണ്ണാണ്. ആരൊക്കെ എതിർത്താലും നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് പുടവതെന്ന് ഞാൻ വിളിച്ചോണ്ട് പോകും. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണ്? ഞാൻ ജീവിച്ചിരിക്കുന്നത് ചേട്ടന് വേണ്ടി മാത്രമാണ്. വെളുക്കുന്നത് വരെ കുളപ്പുര മാറിയ കുട്ടിയിരുന്നത് എന്നെ വിഷം ഏടിച്ചിട്ട് തെണ്ടി വന്നില്ലടി. ഈ പരമുള്ള ഇവിടെ വന്നു ഒറ്റമ്മയെ പരിഹരിക്കാനോ? ആന്നേ, സ്വാമി പരിഹരിക്കുന്നത് പോലെ. എന്നിട്ട് പരിഹരിച്ചോ? ഞാൻ സമ്മതിക്കുമോ സ്വാമി? നല്ലപോലെ കെഞ്ചി നോക്കി, ഞാൻ ചൂലെടുത്തു. സ്വാമി, ഇപ്പോഴവൻ 9ാം ഉത്സവത്തിന് മുടിപ്പുര നടയിൽ ആട് വെട്ടാൻ സമ്മതിക്കില്ലെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു 4 മുപ്പടി പോലീസിനെ അങ്ങനെ ഇറക്കളയാം. എന്താ? അതുകൊണ്ട് കാര്യമില്ല സ്വാമി. അനന്തരാവകാശം എന്ന നിലയിൽ അവനും ക്ഷേത്രകാര്യങ്ങൾ ഇടപെടാൻ അവകാശമുണ്ട്. പിന്നെന്താ ചെയ്യാ? ആ സ്വാമി, ഞാൻ ശുചീന്ദ്രത്ത് തൊഴാൻ പോയപ്പോ ഒരു അഭ്യാസിയെ പരിചയപ്പെട്ടു. അയ്യോ, അങ്ങനത്തെ പരിചയപ്പെടലല്ലേ. അയാൾക്ക് ചില്ലും ചിലവും കൊടുത്ത് ഉത്സവം തീരുന്നവരെ ഇവിടെ താമസിപ്പിച്ചാൽ പരമന്റെ തന്ത പോലും അന്വേഷിക്കും. എന്താ പപ്പു,
അവനെ ഇങ്ങോട്ട് വലിക്കാലോ? നല്ല കാര്യമാണ്. എന്നാൽ ഇന്ന് തന്നെ വിളിപ്പിച്ചോളൂ. എന്ത് ഭാഗം തേച്ച് നിൽക്കുന്നത്? നീ ഇന്ന് മുടിപ്പര മുറ്റത്ത് പോകണ്ട. അമ്മേ, ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ അവമാനം ഭയന്നിട്ടാണെന്ന് പറയും. അത് അമ്മയ്ക്ക് അവമാനമല്ല. നിന്റെ നീത്ത കുറച്ച് താഴോട്ടിരുന്നാ മതി മോനെ. ഈ കുരുതിയുടെ പേരിൽ എന്തെല്ലാം അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് അമ്മയ്ക്ക് അറിയാവും. മുടിപ്പരയിൽ ആടിനെയും കോഴിയൊക്കെ വെട്ടുന്നത് പണ്ടുകാലം മുതലേ ഉള്ള ചടങ്ങാണ്. ഇപ്പൊ കുറെ ചട്ടമ്പികൾക്ക് വേണ്ടിയാണ് അമ്മേ ആ ചടങ്ങുകൾ നടക്കുന്നത്. അവനൊക്കെ ചാരായം കുടിച്ചുകൊണ്ട് അമ്പലത്തിൽ തൊടാൻ വരുന്ന പെണ്ണുങ്ങളെ പണിനടക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇതൊക്കെ നീ വിചാരിച്ചാൽ മാറ്റാൻ ഒക്കുമോ? അമ്മയ്ക്ക് സംശയമാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിർത്തിത്തരാം. വേണ്ട, നീ ഇനി വീട്ടിൽ നിന്ന് പോകണ്ട. അമ്മേ, ഞാൻ ദേവിയുടെ നടയിൽ പോകുന്നതിനെ അമ്മ തടയുകയാണ്. അതൊരിക്കലും അമ്മ തടയുകയല്ല. എന്നാൽ അമ്മ എന്നെ പോകാൻ അനുവദിക്കണം. നീ ഇന്ന് ആരോടും തല്ലുകൂടുകയല്ലെന്ന് എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ വിടാം. അമ്മയാണ് സത്യം. ഇന്ന് എന്റെ കൈ കൊണ്ട് ഞാൻ ആരെയും തല്ലൂല്ല. നീ എന്തായി കാണിച്ചത്? ഈ മിണ്ടാപ്രാണികളുടെ ചോര ഒഴിച്ചുകൊണ്ട് ഇവിടെ ആരും ദേവിയെ പ്രസാദിപ്പിക്കണ്ട. എന്നാൽ നിന്റെ ചോര ഉണ്ടായിരിക്കും എന്ന് ദേവിക്ക് തെളിയും. ഓഹോ, അത് തന്നെ നടക്കട്ടെ. ഈ ആടിനെ വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നീ വിടുക പറഞ്ഞത്. ஆமாடா, நான் தான். இங்க யாரு விட்டதை தடுத்தா உன் கழுத்தை நான் விட்டுடுவேன். ഓഹോ, നീ അതിനാണോ വന്നിരിക്കുന്നത്? എടാ, നീ ഞാനും ഒരേ കളരിയിൽ ഒരേ ആശാന്റെ കീഴിൽ വെറ്റില പാക്ക് വെച്ചവരാണ്. ആ തൊഴിൽ കൂലിപ്പണിക്ക് നിൽക്കാനുള്ളതല്ല, ഓർമ്മയിരിക്കട്ടെ. നീ ഇങ്ങിരുന്ന് മര്യാദയാ പോറയാ ഇല്ലയാ? നീയാണ് പോകേണ്ടത്. എൻ ഉയരെ പോനാലും இந்த இடத்துல இருந்து நான் போக மாட்டேன். അപ്പൊ നീ ആട് വെട്ടിക്കുമല്ലേ? ആമാടാ, നടക്കുന്ന നടത്തി കാട്ടേടാ. ചെമ്പുളിക്കം. അമ്മേ, അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചില്ലേ? അതുകൊണ്ടാണ് അമ്മയെ ഞാൻ തിരിച്ചടിക്കാത്തത്. ഞാൻ ദേവിയെ സാക്ഷി നിർത്തി എന്റെ സത്യം പിൻവലിച്ചിരിക്കുന്നതാ. ചെമ്പുളിക്കം.